ഇതെന്റെ വൈഫ് കാണാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനിത് പബ്ലിക്കായി ഇടാൻ വേണ്ടിട്ട്, ബിക്കോസ് അവളിവിടെ ഇല്ല ഗൈസ്. ഷീസ് ഗോഡ്. എന്താ സംഭവിച്ചു? ഇന്നും മോണിയൊക്കെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുരന്തം നടന്ന് അതിന് അവൾ പോയി. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹായ് എവരിവൺ, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ 2 ദിവസം മുമ്പാണ് ഒരു ഫാമിലി വ്ലോഗ് തെറ്റിപ്പിരിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തത്. അതാണെങ്കിൽ ഒരു നാടകമായിരുന്നു കേട്ടോ. ഇപ്പൊ ദേ അടുത്തത് വന്നേക്കുന്നു. ഇപ്പൊ ആരാണ് രംഗത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ് ഉണ്ടല്ലോ, പുള്ളിക്കാരനാണ്. ഡ്യൂഡിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ കാരണം? അവളുടെ ചോക്ലേറ്റിന്റെ കഷ്ണം ഇവൻ എടുത്തത്. അത് പുള്ളിക്കാരിക്ക് സഹിച്ചില്ല, അവൾ എപ്പൊ തന്നെ ഇറങ്ങി വിട്ടു. ആരും കേൾക്കണ്ട, ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പം ഇത് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഓ മൈ ഗോഡ്. ഇതെന്റെ വൈഫ് കാണാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനിത് പബ്ലിക്കായി ഇടാൻ വേണ്ടിട്ട്, ബിക്കോസ് അവളിവിടെ ഇല്ല ഗൈസ്. ഷീസ് ഗോഡ്. എന്താ സംഭവിച്ചു? ഇന്നും മോണിയൊക്കെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുരന്തം നടന്ന് അതിന് അവൾ പോയി. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഉടനെ തന്നെ തിരിച്ചു വരും ബേബി. ഞാൻ സൗണ്ടൊക്കെ പോയിട്ടോ, കുറെ ഫോൺ വിളിച്ച് എടുക്കുന്നില്ല. അപ്പം വീഡിയോ കാണാൻ എൽഫി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. പുള്ളിക്കാരി മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. പുള്ളിക്കാരന്റെ കണ്ണ് കണ്ടില്ല, ഇപ്പൊ കരയും, അതാണ് അവസ്ഥ. എന്നാലും ഇവനിക്ക് ഈ ഗതി വന്നല്ലോ. എങ്ങനെ നടന്ന ചെക്കനാണ്. ഐ എം യുവർ ഹസ്ബൻഡ് വെയിറ്റിംഗ് ഹിയർ. എന്താ പറയാ, ചുമ്മാ പറയട്ടെ, സീരിയസ് ആയിട്ട് പറയാണ്. അയ്യോ, ഇതെങ്ങനെ പറയും ഗൈസ്. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ബാക്കി കൂടെ പറഞ്ഞു. ബാക്കില് അത് നടച്ചാലത്തെ ഒരു മിനിറ്റ്. എന്താ സംഭവം എന്ന് വെച്ചാ, ഇന്ന് മോർണിംഗ് ഒക്കെ ഞങ്ങൾ നല്ല ചില്ലായിട്ടിരിക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ല, ഫുൾ ചിൽ വൈബൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് സിനിമ കണ്ടുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു കുറച്ച് ലേസും പിങ്കോയും കുറച്ച് ചോക്ലേറ്റ്. അവൾക്കാണ് എന്ത് ഭയങ്കര ചോക്ലേറ്റ് ക്രേവിങ്സ്. അപ്പൊ ഞങ്ങൾ ചെന്ന കുറച്ച് ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ വാങ്ങി ഇൻസ്റ്റാമാർട്ട് ചെയ്ത് സാധനം ഇവിടെ എത്തി. ഞങ്ങൾ കഴിച്ചു, ലൈസ് കഴിച്ചു, വിങ്ക കഴിച്ചു, പടമൊക്കെ തുടങ്ങി. പടമൊക്കെ കണ്ട് ജില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി കുഴപ്പമില്ല, ഇന്ന് രാത്രി ഞങ്ങൾ പുറത്തു പോയി, ഫുൾ വൈബായിരുന്നു. ഇന്ന് രാവിലെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവള് ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ചോക്ലേറ്റ് ഫുള്ള് കഴിച്ച്, എന്നിട്ട് ലാസ്റ്റ് ഫുള്ള് രണ്ട് ഗാലക്സി, 2 മഞ്ച്, പിന്നെന്തൊക്കെ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനത്തെ കുറെ സാധനങ്ങളായിരുന്നു. എനിക്ക് പച്ചലൈസ്, ഞാൻ ഇപ്പോൾ പച്ചലൈസ് കഴിക്കും. എനിക്ക് പച്ചലൈസ് അങ്ങനെ സാധനങ്ങളാണ്. വാങ്ങിയ സാധനത്തിന്റെയും തിന്ന സാധനത്തിന്റെയും എച്ചിക്കണക്ക് പറയാതെ കാര്യത്തിലേക്ക് വാ. കുറെ നേരമായി പച്ചലൈസ് മഞ്ഞലൈസ് ഒന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു. പ്രായം ഇത്രയൊക്കെ ആയില്ലേ, കുറച്ചൊക്കെ നിലവാരം കാണിച്ചു. ഇപ്പൊ ബേബി ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഞാൻ കഥ പറഞ്ഞിട്ട്. അങ്ങനെ ലൈസ് കഴിച്ച്, ബിങ്കോ കഴിച്ച്, ലാസ്റ്റ് ചോക്ലേറ്റ് എത്തി. ഞാനൊരു മഞ്ച് എടുത്ത് പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ച്. എന്റെ ഭാഗ്യം ഇവിടെ കോമഡി ഇല്ല, സീരിയസ് സംഭവം എന്താ വെച്ചാൽ നമുക്കത് കോമഡി ആയിരിക്കും, പക്ഷെ ചിലർക്ക് ഇത് കോമഡി അല്ല. ഗാലക്സിയും കഴിച്ച് ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മള് അലീച്ച കഴിക്കുന്നത്. അപ്പോ ഇതിങ്ങനെ എന്നിട്ട് അവളുടെ ഷർട്ടിന്റെ അവിടെ ഈ ഒരു ഭാഗത്ത് അതിന്റെ ഒരു കഷ്ണം അത് വീണു പോയതാ. വീണു പോയതല്ലേ, കവർന്നത് അലിഞ്ഞൊരു കഷ്ണം ചെറുത്, വീണതല്ലേ എന്ന് വിചാരിച്ച് എന്റെ കഷ്ടകാലത്തിന് ഞാനതിങ്ങനെ തോണ്ടി എന്ന് പറഞ്ഞാൽ ആ കഷ്ണം ഇങ്ങനെ എടുത്ത് വായിലിട്ടു. എന്റെ പൊന്നെ ഫുൾ ടെറർ. അപ്പൊ ചോദിച്ചു ചോക്ലേറ്റ്. അപ്പൊ പറഞ്ഞ് ലാസ്റ്റ് പീസ് അവള് മാറ്റി വെച്ചത്, അതായത് പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ മാറ്റി വെച്ചതായിരുന്നു കേസ്. ഇവിടെ അത് ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി. അപ്പൊ പുള്ളിക്കാരിയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റിന്റെ ഒരു ലാസ്റ്റ് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവനെടുത്ത് കഴിച്ചു. അതാണ് ഇപ്പൊ വിഷയമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടപ്പോ വീണ് പോയതാണ് അലിഞ്ഞില് വെച്ച്. ഇവിടെ വെക്കുമ്പോ കുറച്ച് ചെറുതായി അലിഞ്ഞിന്, ഗാലക്സി പെട്ട അലിയല്ലോ. ഇവിടെ ഉണ്ട് ഞാൻ വായിട്ട് ഞാൻ അതേ ഇങ്ങനെ എടുത്ത് കൊടുത്തു. പക്ഷെ അവള് വേണ്ട പറഞ്ഞ് ഞാൻ തന്നെ അത് കഴിച്ചു. ഞാൻ വിചാരിച്ചത് അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ ഷീ എസ്കലേറ്റഡ് ദ പ്രോബ്ലം ആൻഡ് ഷീ വാണ്ടഡ് അഗെയിൻ. അപ്പൊ ഞങ്ങൾക്ക് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് അവിടെ മൊത്തം ചറവറ. എനിക്ക് ഇന്നത് പോയി ഞാൻ ലാസ്റ്റ് തിന്നാൻ വെച്ചത് പോയി, മൊത്തം പോരും. അപ്പൊ ഞാൻ എന്താ പറയാ, എസ്കലേറ്റ് ചെയ്യണ്ട വിചാരിച്ചിട്ട് ഞാൻ സ്വിഗ്ഗി എടുത്ത് നോക്കിയപ്പോ എന്റെ കഷ്ടകാലത്തിന് സ്റ്റോക്ക് ഔട്ട്. ഓ മൈ ഗോഡ് സ്റ്റോക്ക് ഔട്ടേ. മഞ്ച് പറ്റില്ല, മറ്റില്ലേ ഡയറി മിൽക്ക് പറ്റില്ല, ഇവൻ കിൻഡർ ജോയ് പോലും പറ്റില്ല. അവൾക്ക് ഗാലക്സി തന്നെ വേണം. അങ്ങനെ ഞാൻ പറഞ്ഞ് നമ്മ പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വരുമ്പോഴത്തേക്കും അവള് ഞാൻ പോയി വാങ്ങിക്കോളാന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവള് ഊബർ വിളിച്ചു നോക്കിയാറില്ല, പക്ഷെ ഫ്ലാറ്റിൽ നിന്നും പോയി. എന്തായാലും
രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പോയത് പോയി, ഇനി എന്തിനാണ് അതിന്റെ പിന്നാലെ പോകുന്നത്? എന്ത് പറയാനാണ് ഓരോരോ തീംസ്. ചോക്ലേറ്റ് കൊടുക്കാത്തതുകൊണ്ട് പിണങ്ങിപ്പോയ ഭാര്യ, അതാണെങ്കിൽ ഒരു ഉളുപ്പും ഇല്ലാണ്ട് യൂട്യൂബിൽ വന്നിരുന്ന് വിളമ്പുണ്ട്. എന്തായാലും നല്ല ബെസ്റ്റ് ഫാമിലി തന്നെ അല്ല. ഇനി ഇതുപോലെ പ്രാങ്കോ മറ്റോ ആണോന്ന് അറിയത്തില്ല. ഡയറി മിൽക്ക് അല്ല, ഗാലക്സി ക്രേസി. ഓ മൈ ഗോഡ്, എനിക്ക് ഇത്രയൊക്കെ ക്രെയിംസ് ചോക്ലേറ്റിനോട് ഉണ്ടാവും. ചോക്ലേറ്റിനോട് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇത്രയും ഒന്നും ഉണ്ടാവത്തില്ല. ഇതൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇതിനെ ഒന്നും ക്രേവിങ്സ് എന്നല്ല പറയാ, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുടുങ്ങിയെന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇപ്പത് പോസ്റ്റ് ചെയ്യാണ്. എല്ലാരും അറിയട്ടെ, അവളുടെ ചോക്ലേറ്റ് ഇടാന്ന് എല്ലാരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അത് ചെയ്യുന്നത്. ബട്ട് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഈ ലാസ്റ്റ് ബൈറ്റ് കിട്ടാത്തതിന് ഇങ്ങനെയൊക്കെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക. എനിക്കിങ്ങനെ അറിയില്ല. ആരുമില്ല ഈ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരാൾ നിന്റെ കെട്ടിയോള് മാത്രമായിരിക്കും. എന്തായാലും നീ ലക്കിയാണ്, സന്തോഷിച്ചോട്ടെ. ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഗാലക്സി എന്നെ കാണുന്നില്ലല്ലോ, വേറെ ചോക്ലേറ്റ് ആയാലും പോരെ. എനിക്ക് മനസ്സിലാവുന്നില്ല. സോ അപ്പൊ നമ്മളുടെ കുട്ടീനെ കാണാനില്ല. ഈ വീഡിയോ ഇടുമ്പോൾ ആരെങ്കിലും ഇതിപ്പോ തന്നെ ഇടല്ലോ, അപ്പം ഇപ്പം തന്നെയാണ് പോയതും. സോ ആരെങ്കിലും ഒരു ഗേൾ ഷോപ്പിൽ നിന്ന് ഗാലക്സി വേണമെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ ഗാലക്സി കൊടുക്കണം. ഓക്കെ, ഇൻ കേസ് കിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്കാണ് താങ്കൾ. കാരണം ഒരുവിധ ഷോപ്പിലൊന്നും ഗാലക്സി ഉണ്ടാവില്ല, എല്ലായിടത്തും 5 ഡയറി മിൽക്ക് കേക്ക്. എന്നാ പിന്നെ നിന്റെ കെട്ടികൾക്ക് വേണ്ടി ഗാലക്സിയുടെ ഒരു ഔട്ട്ലെറ്റ് തന്നെ കെട്ടിക്കൊടുക്കുക. എന്നാ പിന്നെ നാട്ടുകാർക്ക് ഇതൊന്നും കാണേണ്ടി കേൾക്കേണ്ടി വരത്തില്ലല്ലോ. എന്തൊക്കെ അവിടെ നിന്ന് എന്തൊക്കെ കൊച്ചു കാലത്ത് നടക്കണത്. ഇനി ഇവിടെ ആരെയും പിടിച്ച് തല്ല പഠിച്ചോനെ ഗാലക്സി ഇല്ലാന്നിട്ട് നല്ല കലിപ്പില്ല. ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും എന്റെ കാര്യം തീരുമാനമാവും, അത് വേറെ കാര്യം. എനിവേ ഞാനൊരു പോളിസി എടുത്തിരിക്കാം. ഇതിന്റെ അപ്ഡേറ്റ് ഞാൻ നാളത്തെ വീഡിയോയിൽ തരാം. എന്താണ് പറഞ്ഞ് തിരിച്ചു വന്നാലേ അറിയുള്ളൂ എന്താണ് സംഭവം. ഐ എം സോ എക്സൈറ്റഡ് ടു നോ അബൌട്ട് ദി സ്റ്റഫ്സ്. അയ്യോ, നിങ്ങൾ താഴെ കമന്റ് ചെയ്തിട്ട് അവള് കാണാൻ വേണ്ടി താഴെ നിങ്ങളുടെ എല്ലാം കമന്റ്. നമുക്ക് കമന്റ് സെക്ഷൻ മൊത്തം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം കമന്റ്. അവളിത് കാണണം. യു നോ വാട്ട് ഐ മീൻ. സോ മാക്സിമം കമന്റ്. പിന്നെ നിങ്ങൾ ഇനി അവളെ സപ്പോർട്ട് ചെയ്യാനോ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതേമാതിരി പ്രാന്ത് ഉണ്ടെങ്കിൽ അതും താഴത്ത് കമന്റ് ചെയ്തോ. ഇങ്ങനെ അടി പണിയൊക്കെ തരുന്നത്. ഓക്കെ, കമന്റ് ചെയ്ത് നിന്റെ വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ടാക്കി തരണം. അതാണ് ഇവന്റെയൊക്കെ ആവശ്യം. അതിനു വേണ്ടിയാണ് ഈ കിടന്ന ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. പ്രാങ്ക് പണി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ വരെ കണ്ടന്റ് ആക്കുന്നു. ഇനി വൈഫ് തിരിച്ചു വന്നെന്നും പറഞ്ഞ് വേറൊരു വീഡിയോ കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് രാവിലെ തന്നെ നല്ല ഇളം മഴ. മൂഡ്. ഈ മൂഡിൽ നല്ലൊരു കട്ടൻ കൈ കൂടെ എന്റെ സ്പെഷ്യൽ കട്ട്ലേറ്റ്. കണ്ട കട്ട്ലേറ്റ് കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ലട്ടോ. കണ്ട പുറത്തും പെർഫെക്റ്റ്. ഞാൻ ഉണ്ടാക്കി കട്ട്ലേറ്റ് ആയിട്ട് പറയില്ല, ടേസ്റ്റാ. ഫുഡ് കഴിച്ച് വന്നപ്പോ നമുക്ക് ആമസോണിൽ 2 പ്രൊഡക്ട്സ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, അവളേക്ക് ചോക്ലേറ്റ് ഇട്ടായിട്ട് അവള് ഷോപ്പിൽ പോയി ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇന്നലെ കഴിച്ചിട്ട് എനിക്കും തന്നു. എന്നിട്ട് അവള് നമ്മളെ വീഡിയോ കമന്റും ചെയ്തിരുന്നു, താഴെ ഷോപ്പിൽ പോയതാടാ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി ആയിരുന്നു. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ചോക്ലേറ്റ്സ് കൂടി അവൾക്ക് വാങ്ങിക്കൊടുക്കാം നമ്മുടെ സ്നേഹത്തിന്. പിന്നെ ഇന്ന് വന്ന പ്രൊഡക്ട്സ് മൊത്തം അവളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് കേസ്. അടുത്ത പഠിക്കുക. ബനാന. ദിസ് ഇസ് കോൾഡ് ബനാന. പക്ഷെ ഇത് ഫേക്ക് ബനാനാണ്. കണ്ട നമുക്ക് ഇതിലിങ്ങനെ ബ്ലുപ്പ് ബ്ലുപ്പ് സാറ്റിസ്ഫാക്ഷൻ. കണ്ട ഫസ്റ്റ് നമുക്ക് ഈ ബനാന വെച്ച് അൽഫിനെ പ്രാങ്ക് ചെയ്യാം. ഇങ്ങനെ പ്രാങ്ക് ചെയ്യാനായിട്ട് മാത്രം ഒരു ജന്മം. ഇവനൊന്നും മടുക്കുന്നില്ലെന്നാണ് ആലോചിക്കുന്നത്. ഇതിപ്പോ എത്രാമത്തെ പ്രാങ്കാണ് ഇവൻ ചെയ്യുന്നത്? ജനിച്ച അന്ന് മുതലെങ്ങാണ്ട് പ്രാങ്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. ഇതൊന്നും കാണുന്നവർക്ക് മടുപ്പില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രാങ്ക് എന്ന് പേരിട്ടിട്ട് ഓരോരോ കോപ്രായങ്ങൾ ഫുൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് ആർക്കാണ് അറിയാൻ പറ്റാത്തത്. എന്നാലും പിന്നെ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കും. സ്മെല്ല് കടിച്ച് തിന്നാൻ തോന്നുന്ന സ്മെല്ലുണ്ട് കേട്ടോ. എന്താ എനിക്ക് പെർഫ്യൂം അടിച്ചാൻ തോന്നുന്നത്. അപ്പൊ ഇതെങ്ങനെ പ്രാങ്ക് ചെയ്യും, ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് തന്നെ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ ബുദ്ധിപരമായിട്ട് ഞാൻ ആലോചിച്ചിട്ട് ഇതിന് പറ്റിയൊരു സ്ക്രിപ്റ്റ് എനിക്ക് കണ്ടുപിടിക്കണം. ഗിവ് മി സം ടൈം. നമ്മൾ ഇന്നത് പ്രാങ്ക് ചെയ്യും, കുറച്ച് ടൈം ഉണ്ടാകും. അപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചോക്ലേറ്റ് ഓർഡർ ചെയ്ത് അവൾക്ക് കൊടുക്കും. ദേശപ്പം നോക്കാം. രണ്ടെണ്ണമായിട്ട് വിളിച്ചാടിപ്പോയ ബേബി. ആരായി നിക്കുന്നത്? ചോക്ലേറ്റ് കിട്ടാതെ പിണങ്ങിപ്പോയ ഭാര്യയല്ലേ അവിടെ നിക്കുന്നത്. എപ്പൊ ചിരിച്ചു വന്നു. എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞ ഞാൻ ഒളിച്ചോടി പോയത്? ഇത് എനിക്ക് നാളെ താഴത്തെ ഷോപ്പിൽ ഞാൻ പോയതാണ്. അതിന് മുന്നേ ഇവൻ മഞ്ച് തിന്നു തീർത്ത് ഇവന് ഞാൻ അതിന്റെ പകുതി ഞാൻ കൊടുത്തു. ഞാനിങ്ങനെ കഷ്ണം മുറിച്ച് പകുതി. ഈ ഒരു എത്ര ഉള്ള സാധനമായിരുന്നു എന്നറിയോ? എന്നാലും ബേബി ഒരു നീ വീഡിയോ എന്ത് ഡ്രാമയാണ് സാരി. നീ എന്നേക്കാ വലിയ ഡ്രാമ. അത് നന്നായിട്ട് അറിയാം, നല്ല രീതിയിൽ അറിയാം. ഇവർ രണ്ടുപേരും ഒന്നാം തരം ഡ്രാമയാണ് കളിച്ചത്. ഇതിപ്പോ ഒന്നും അറിയാത്ത പോലെ അടുത്ത ഡ്രാമ കളിക്കാൻ വന്നിരിക്കുകയാണ്.
എന്തായാലും ഇത് ഏതുവരെ പോകും നോക്കാം. കാണിച്ചു തരാം. ഞാൻ കണ്ടോ ഇത്ര ഉള്ള പാക്ക് നമ്മൾ മേടിച്ചു. നമ്മൾ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഒരുപാട് ഷുഗർ കട്ടാണ്, അതുകൊണ്ട് ഒരുപാട് മേടിച്ചില്ലെന്ന്. ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ ഒരു അംശം പോലും ചെല്ലാൻ പറ്റത്തില്ല. കറക്റ്റ് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ കട്ട് ചെയ്ത് അത്ര തന്നില്ല, കണ്ട് തിന്നുമ്പോ നീ ബോധം അങ്ങനെ അത്ര തന്നില്ല. ഒരു ചുള്ളി കഷ്ടം തന്നു. എന്നിട്ട് നിന്റെ ഇവിടെ 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 ഒന്ന് വീണ ഒരു കഷ്ടം ഞാൻ എടുത്തുള്ളൂ. ആകെ ചെറിയൊരു സാധനം ഇതിനകത്ത് ഞാൻ കഴിച്ചതാക്കണ ഞാൻ പറയട്ടെ. ഇവിടെ ഈ ഒരു പോർഷൻ നിന്റെ മേല് വീട് കിടന്നു. ഞാൻ എടുത്ത് ആ ഒരു പോർഷനാണ് നീ എടുത്തത്. പക്ഷെ അതിന് മുന്നേ നിനക്ക് ഇത്രയുള്ള പോർഷൻ തന്നു. ഇല്ല അത്ര ഞാൻ തിന്നതായിട്ട് എന്റെ ഓർമ്മയില്ല. അതെ നിനക്ക് ഞാനത് തിന്നതായിട്ട് എന്റെ ഓർമ്മയില്ല. ഓർമ്മയിലില്ല എന്ന് പറ. ഇവിടെ ടിവിയിൽ നോക്കി നിന്ന് തിന്നുമ്പോ നീ അറിയുന്നില്ല. ലാസ്റ്റ് പീസല്ലേ ഞാൻ പറയാനുള്ള വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കൾക്ക് ഞാനെല്ലാം പറഞ്ഞു. വീഡിയോയില് വീഡിയോയില് കുറെ കള്ളത്തരം പറഞ്ഞ കിട്ടുന്നത് വലിയ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പോയി. എന്നിട്ട് ഞാൻ അന്തസ്സായിട്ട് അവിടുത്തെ കടയിൽ കറങ്ങി അഭിനയിക്കുന്നു. ഇപ്പൊ തന്നെ ഡൂഡിന്റെ കാറ്റ് പോയനെ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഒരു ദിവസം കഴിഞ്ഞു പോണെങ്കിൽ എന്തൊക്കെ കാണണം ഇത്. ഇനി നേരത്തെ കാണിച്ച പഴം വെച്ചിട്ട് ഡൂഡിന്റെ ഒടുക്കത്തെ പ്രാങ്ക് ഉണ്ട്, അതും കൂടെ പൊട്ടിക്കല് തിരിച്ചിന്റെ പൊന്നോ അങ്ങനെ പൊട്ടാൻ ചാൻസ് നല്ല രസമല്ല. സ്മെല് ചെയ്തോക്ക്. ഇത് മുല്ലപ്പൂന്റെ സ്മെല്. ഇത് വല്ല മറ്റേ ഈ റൂം ഫ്രഷ് അങ്ങനെ എന്തെങ്കിലും അങ്ങനൊന്നുമല്ല. ഒരു ടോയ് ആയിട്ട് എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ആക്കി. എന്തുവാ നീ ചെയ്ത അൽഫി? ലിപ്സ്റ്റിക് പൊട്ടോ. നല്ല വെള്ള കളറുള്ള സാധനം ലിപ്സ്റ്റിക് ഒക്കെ ആക്കി. എന്ത് കഷ്ടാ. ഇത് പൊട്ടിപ്പോ. അങ്ങനൊന്നും ചെയ്യല. ഞാനത് ഇത്ര നേരം ഞാൻ നല്ലോണം കൊണ്ടുവരുന്നത്. ഓളെ കയ്യിൽ 10 സെക്കൻഡ് കിട്ടിയപ്പോ ഇതിന്റെ പോലെ കണ്ടില്ലേ ഉരുട്ട്. അതിനെ കൊന്നോ നീ? നീ അതിനെ കൊല്ലാണോ? ഇവിടെ ക്രൂരമായി വരെ പൊട്ടാണ് അങ്ങനെ കളിക്കുന്നതല്ല. എടാ പഴം കൊണ്ടടാ. ഞാൻ കളിക്കട്ടെ. നശിപ്പിച്ച് പുറത്തല്ല പറയട്ടെ. ഇത് വർക്കാണോ അറിയില്ല. നെക്സ്റ്റ് ഇവിടെ പഴം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. നമ്മളെല്ലാ പ്രേമം ട്രൈ ചെയ്യണമെന്നല്ലേ കുട്ട. ട്രൈ ഞാൻ അവിടെ പോയിട്ട് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ. സുന്ദര ഞാനും എന്നാ നീ കിടന്ന സുന്ദരി നീയും തേർന്നിരുന്നതാ. സുന്ദര നീയും സുന്ദര ഞാനും ഓർന്നിരുന്ന എന്താണ് കൊറേ നമ്മളുടെ ഇത് നോക്കി, നമ്മളുടെ ഭംഗി നോക്കി. ഞാൻ യുകെയിൽ വന്നിട്ട് ഇങ്ങോട്ടൊക്കെ എന്താ നീ ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയൂ. എന്താ നിനക്ക് പ്രശ്നം? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്താ നിങ്ങളുടെ പ്രശ്നം? തൂറി മെഴുകുവാണ് രണ്ടും കൂടെ. എന്തൊരു വ്ളോഗാണിത്? ഇതിനൊക്കെയാണോ വ്ളോഗ് എന്ന് പറയുന്നത്? പ്രാങ്ക് എന്ന് പേരിട്ടിട്ട് പ്രാങ്ക് എന്നും പറഞ്ഞ് ഭയങ്കര എന്തൊക്കെയോ ഒക്കെ കാണിച്ചു. വല്ല ബോധമുണ്ടോ ഇവർക്ക്? വന്ന് നല്ല ബോറാവുന്നുണ്ട്. എന്തായാലും ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് മാറ്റി പിടിച്ചൂടെ? വൃത്തിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.